അങ്ങനെ പവർ റൂമിലേക്ക് കയറാനുള്ള രണ്ടാമത്തെ ടാസ്കും അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ടാസ്ക് എന്ന് പറയുന്നത് ഇരു കൈകളിലും ഇങ്ങനെ ഒരു ചെറിയ കുടത്തിനകത്ത് വെള്ളം വെച്ച് ബാലൻസ് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം. മാത്രമല്ല തലയിലും വെക്കണം. ഇതിങ്ങനെ തലയിലും വെച്ച് രണ്ട് കൈയിലും വെച്ച് ഇങ്ങനെ കൈ വളയ്ക്കാനേ പാടില്ല. കുറച്ചിങ്ങനെ വളച്ചാൽ നമ്മുടെ ജിൻഡോയാണ് ക്യാപ്റ്റൻ, ജിൻഡോ പിടിച്ച് പുറത്ത് ആക്കും കേട്ടോ. അങ്ങനെ പുറത്ത് കുറച്ചുപേരൊക്കെ ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചിലതൊക്കെ ബെൻഡ് ചെയ്തു, അതുകൊണ്ട് പുറത്താക്കിയവരൊക്കെ പിറുപിറുക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയതല്ലേ ഉള്ളൂ. പക്ഷേ അതൊരു ന്യായമാണ്. കാര്യം ഒന്ന് രണ്ട് തൊട്ടൊക്കെ പറയാം, രണ്ടു തൊട്ട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാൻ പറ്റും. പക്ഷേ ഇത് ഫസ്റ്റ് തന്നെ മിക്ക ആളുകളെ പിടിച്ച് പുറത്താക്കി. അത് ജിൻഡോയുടെ ഗെയിമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ജിൻഡോയുടെ ടീം ജയിക്കണമെന്ന് ജിൻഡോയ്ക്ക് ആഗ്രഹമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജിൻഡോ ചെയ്തതായിരിക്കും, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് സായിയും അഭിഷേകും ഒക്കെയാണ്. അതായത് ജിൻഡോയുടെ ടീം തന്നെയാണ്. ജിൻഡോ ഇപ്പോൾ ക്യാപ്റ്റനായി മാറിയതിൻ്റെ ഉള്ളൂ. അപ്പോൾ ജിൻഡോയുടെ ടീമായ, അതായത് സായിയുടെ ടീമായ സായും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറുമാണ് ജയിച്ചിരിക്കുന്നത്. കാണുമ്പോൾ നല്ല ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല ടഫായിട്ടുള്ള പരിപാടിയാണ്. കാര്യം രണ്ട് കൈയിലും ഇങ്ങനെ വെച്ച് നമ്മൾ ജസ്റ്റ് കുറച്ചേരം തന്നെ കൈ ഇങ്ങനെ പൊക്കി വെച്ചിരുന്ന നമ്മുടെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ കയ്യിൽ വെള്ളം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ തലയിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റും. അപ്പോൾ ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്തു, സായും അഭിഷേക് നന്നായിട്ട് ചെയ്തു. ഇനി സെക്കൻഡ് ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. എനിക്ക് തോന്നി ഈ ടാസ്ക് അവസാനിച്ചു തോന്നും. ഇനി സെക്കൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കി പറയാം. ഇപ്പോൾ ഈ ഒരു ടാസ്കിൽ എന്തായാലും ജയിച്ചിരിക്കുന്നത് നമ്മുടെ അഭിഷേകും അതുപോലെ സായും തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കോർ കൂടി വരുന്നുണ്ട് അവർക്ക്. ഇപ്പം രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നത് ഗബ്രിയുടെ ടീമായിരുന്നു, ഒന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ ടീമും. അപ്പോൾ ഇത് മാറി ഇനി വരും. രണ്ടാം സ്ഥാനം മിക്കവാറും സായുടെ ടീം വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക് ഇനി എന്താ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.